ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ എൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലെ വർഷങ്ങൾ എന്ന 12-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു ദിവസം പരമഹംസ യോഗാനന്ദൻ തൻ്റെ ഗുരുനാഥൻ പ്രാചീന ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കൊതുക് അദ്ദേഹത്തെ കുത്താൻ വന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പകയോടുകൂടി കൊതുകിനെ അടിക്കാൻ കൈ ഉയർത്തിയപ്പോൾ അഹിംസയെ പറ്റിയുള്ള പതഞ്ജലി സൂത്രം ഓർമ്മ വന്നു. ഉടനെ കൈ താഴ്ത്തിയപ്പോൾ ഗുരുനാഥൻ ചോദിക്കുകയാണ്, നീ എന്താ വേണ്ടാന്ന് വെച്ചത്? ഗുരുദേവ, ജീവാപഹരണം നമുക്ക് പാടില്ലല്ലോ. ഇല്ല, പക്ഷേ നിന്റെ മനസ്സിൽ നീ മാരകമായ അടി നടത്തി കഴിഞ്ഞു. അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, അഹിംസ കൊണ്ട് പതഞ്ജലി മഹർഷി ഉദ്ദേശിച്ചത് കൊല്ലാനുള്ള ആഗ്രഹം ഒഴിവാക്കുക എന്നുള്ളതാണ്. അഹിംസ വാച്യാർത്ഥത്തിൽ ആചരിക്കാൻ അസൗകര്യമായ രീതിയിലാണ് ഈ ലോകം വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉപദ്രവകാരികളായ ക്ഷുദ്രജന്തുക്കളെ നശിപ്പിക്കാൻ മനുഷ്യൻ നിർബന്ധിതനായേക്കാം. എന്നാൽ കോപമോ പകയോ തോന്നാൻ അവൻ അത്തരത്തിൽ നിർബന്ധിതനല്ല. ഈശ്വരന്റെ മായയുടെ വായുവിന് എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായ അവകാശമുണ്ട്. നശീകരണത്തിനുള്ള ശക്തമായ ആഗ്രഹത്തെ വെടിയുന്നത് വഴി എല്ലാ മനുഷ്യർക്കും ഈ സത്യത്തെ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം അഹിംസ എന്നാൽ ഒരാളെ കൊല്ലാതിരിക്കൽ മാത്രമല്ല, മനസ്സാ വാച കർമ്മണ ഉപദ്രവിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. പരമഹംസ യോഗാനന്ദൻ വീണ്ടും ചോദിക്കുകയാണ്, ഗുരുജി, ഒരു വന്യ മൃഗത്തെ കൊല്ലുന്നതിലും ഭേദം താൻ സ്വയം ബലി കൊടുക്കാൻ തയ്യാറാവുന്നതാണോ? ഗുരുജി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല, മനുഷ്യ ശരീരം അമൂല്യമാണ്. അന്യാദൃശമായ മസ്തിഷ്കവും സുഷ്മനാ കേന്ദ്രങ്ങളും കാരണം അതിന് ഏറ്റവും മഹത്തായ മാറാനുള്ള കഴിവുണ്ട്, പരിണമിക്കാനുള്ള കഴിവുണ്ട്. അതായത് മാറാനുള്ള കഴിവുണ്ട്, ഉയരാനുള്ള സാഹചര്യമുണ്ട് എന്നർത്ഥം. നല്ല പുരോഗതി നേടിയിട്ടുള്ള സാധകന് ഏറ്റവും ഉന്നതമായ ഈശ്വര തത്വത്തിന്റെ അംശങ്ങൾ ഗ്രഹിക്കാനും അത് പുറപ്പെടുവിക്കാനും പ്രകടിപ്പിക്കാനും ഇവ കഴിവ് നൽകുന്നു. താഴ്ന്ന ഒരു ജീവിയും ഇപ്രകാരം സജ്ജമാക്കപ്പെട്ടിട്ടില്ല. ഒരു ജന്തുവിനെയോ മറ്റേതെങ്കിലും ജീവജാലത്തെയോ കൊല്ലാൻ മനുഷ്യൻ നിർബന്ധിതനായാൽ അവൻ ചെറിയ ഒരു പാപത്തിന്റെ കടം വരുത്തിവെക്കുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ മനുഷ്യ ശരീരത്തിന്റെ വിവേചനരഹിതമായ നശീകരണം കർമ്മ നിയമങ്ങളുടെ ഗൗരവമായ ലംഘനമാണ് എന്ന് വിശുദ്ധ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യജന്മം ഉത്കൃഷ്ടമാണ്. മനുഷ്യന് സ്വന്തം ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈശ്വരീയതയിലേക്ക് ഉയരാനുള്ള കഴിവുണ്ട്. മനുഷ്യന് മാത്രമേ കഴിവുള്ളൂ. കാലാകാലങ്ങളായിട്ട് പക്ഷിമൃഗാദികളൊക്കെ ഒരുപോലെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യ ജീവിതം ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് മാത്രമേ സ്വന്തം ഇച്ഛയ്ക്ക് ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തില് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്, പക്ഷേ അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാകണം എന്ന് മാത്രം.